അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഐഫോൺ കിട്ടിയ ആ ഒരു ഷോക്കിൽ ശരിക്കും ആഷി ഉസ്താദ് ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ എനിക്കിപ്പോൾ ഹാദ്യ ഒരു ഫോണൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ ഞാനിതങ്ങനെ വാങ്ങുന്നത് ശരിയാണോ? ഹാദ്യ, ഉസ്താദേ. ഹാദ്യ, എനിക്ക് എൻ്റെ കയ്യിൽ ഫോണുണ്ട്, ഇത് ഞാൻ വാങ്ങുന്നത് ശരിയല്ലല്ലോ. ഉസ്താദേ, ഞാൻ നിങ്ങൾക്കതെൻ്റെ സമ്മാനമായി നൽകിയതാണ്. സമ്മാനം സ്വീകരിക്കുന്നതിൽ, അതും ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഉസ്താദ് സമ്മാനം സ്വീകരിക്കുന്നതിൽ അത് തെറ്റുള്ള കാര്യമാണോ? ഹാദിയയുടെ ആ ഒരു ചോദ്യം കേട്ട് ഉസ്താദ് ശരിക്കും ഞെട്ടി. ഹാദിയ, സത്യം പറഞ്ഞാൽ അത്രക്കും വിലപിടിപ്പുള്ള ആ ഒരു ഐഫോണ് അത് ഉസ്താദിന് എടുക്കുവാൻ താല്പര്യമില്ലായിരുന്നോ? ഉസ്താദ് പറയുകയാണ്, ഹാദിയ, ഇത് എനിക്കൊരിക്കലും ഇത് അവകാശപ്പെട്ടതല്ല. ഹാദ്യ മറ്റാർക്കെങ്കിലും. ഉസ്താദെ പ്ലീസ്, അങ്ങക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് തന്നത്, ദയവായി ഇത് സ്വീകരിക്കണം. സത്യം പറഞ്ഞാൽ ഉസ്താദിനെ അത് സ്വീകരിക്കുവാൻ കഴിയുന്നില്ലായിരുന്നു. അതെ, ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ. ഹാദിയ, എനിക്ക് യൂസ് ചെയ്യാൻ ഫോണുണ്ട് തൽക്കാലം ഇപ്പോൾ. അല്ല ഉസ്താദെ, ഉസ്താദിൻ്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണല്ലേ, ഇനി കുറച്ച് ഐഫോൺ യൂസ് ചെയ്ത് നോക്കി. അവൾ നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ മനമില്ല മനസ്സോടുകൂടെ അതാ ഉസ്താദ് ആ ഫോണെടുത്ത് അതാ കൊണ്ടുപോവുകയാണ്, ശരിക്കും സ്റ്റാഫ് റൂമിലേക്ക്. എന്നാൽ എല്ലാവരും ഹാദിയുടെ പിന്നാലെ കൂടി. ആടി, ആഷി ഉസ്താദിന് നീ ഗിഫ്റ്റ് കൊടുത്തില്ലേ? ആ, ഗിഫ്റ്റിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇല്ല, എൻ്റെ ഉസ്താദാണ്, എന്നെ രക്ഷപ്പെടുത്തിയ ഉസ്താദാണ്, അതുകൊണ്ട് എനിക്കത് കൊടുക്കൽ നിർബന്ധമാണ്. ഓ അങ്ങനെ. അതേടി, എനിക്ക് കോളേജിൽ പഠിക്കുവാനുള്ള ചാൻസ് വീണ്ടും ഒരുക്കിയത് ഉസ്താദാണ്. അതല്ല എങ്കിൽ ഞാനിവിടെ നിന്ന് എപ്പോഴും പുറത്ത് പോകേണ്ടതായിരുന്നു. കാരണം ഞാൻ കാട്ടിയതൊക്കെ അങ്ങനെയല്ലേ. സത്യം പറഞ്ഞാൽ ആ ഒരു ഐഫോണുമായി ഉസ്താദ് സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. മറ്റുസ്താദുമാരെല്ലാം അല്ല എന്തപ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സുമായിട്ട് അതൊക്കെയുണ്ട്. ശരിക്കും അത് ഷെഫീഖ് ഉസ്താദിൻ്റെ കൈകളിൽ കൊടുത്തിട്ട് പറഞ്ഞു, അല്ല ഇതെങ്ങനെയുണ്ട്, ഒന്ന് നോക്കിക്കേ. ഇതെന്ത് ഉസ്താദ്, മാഷാ അല്ലാ, ഐഫോൺ 17? ഓഹ്, കാണാൻ കൊതിച്ചിരുന്നു കേട്ടോ. അല്ല ഇതിപ്പോൾ എന്താ ഉസ്താദ് വാങ്ങിച്ചോ? ആ, ഉസ്താദിന് വാങ്ങാലോ, വേറെ ചിലവൊന്നുമില്ലല്ലോ, ഭാര്യയും മക്കളുമില്ല, ഒന്നുമില്ല, വീട്ടിൽ പ്രാരാബ്ദങ്ങളും കാര്യമായിട്ടില്ല, പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തും ചെയ്തു, പിന്നെ ഇപ്പം എന്താലേ. അതല്ല, ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഗിഫ്റ്റോ? ഇത്രയും വിലപിടിപ്പുള്ള? അത് അല്ലപ്പോൾ ആരപ്പോൾ ഇത്രയധികം വിലപിടിപ്പുള്ള ഫോൺ ഗിഫ്റ്റ് തരാൻ? അത് അത് പറഞ്ഞോളൂ. തരികയാണെങ്കിൽ ഇത് നമ്മുടെ കോളേജിലെ കോടീശ്വരിയെ അവൾക്ക് തരാൻ കഴിയുള്ളൂ, അല്ലാതിപ്പോൾ ഇത്രയധികം വിലപിടിപ്പുള്ളൊരു ഗിഫ്റ്റ്. അതെ ഉസ്താദെ, അത് ഹാദ്യ തന്നതാണ്. ഉസ്താദ്, ഞാനിത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. കാരണം ആ കുട്ടി സന്തോഷത്തോടെ കൂടി ഇതെനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, ഹാദ്യ എനിക്ക് ഫോണുണ്ട് എൻ്റെ കയ്യിൽ, ഇപ്പം എനിക്കിത് ആവശ്യമില്ല എന്നൊക്കെ. അത് അവൾ അങ്ങനെ തന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല. പിന്നെ സമ്മാനമായി തരുന്നത് സ്വീകരിക്കുന്നതിന് ഉസ്താദ് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ, നമ്മൾ വലിമ പഠിപ്പിക്കുന്നവരല്ലേ, അപ്പോൾ ഹാദ്യ സ്വീകരിക്കുന്നത് അതത്ര തെറ്റുള്ള കാര്യമൊന്നുമല്ലല്ലോ. പെട്ടെന്ന് ഷെഫീഖ് ഉസ്താദ്, എൻ്റെ പൊന്നുസ്താദേ, ആഷി, നിങ്ങൾക്ക് സമ്മാനമായി നൽകിയതാണെങ്കിൽ നിങ്ങളത് സ്വീകരിച്ചേ തീരൂ. അതെ, നിങ്ങൾക്ക് നൽകിയ സമ്മാനം സ്വീകരിക്കണം. പെട്ടെന്ന് ഹബീബ് ഉസ്താദ്, എന്തവിടെ? ആ പിന്നെ അളിയന് നല്ലൊരു ബെസ്റ്റ് സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനോ? എവിടെ? മാഷാ അല്ലാ. ഓഹ്, ഇതിപ്പോൾ എങ്ങനെ? വല്ല ഗീവവേയിലും പങ്കെടുത്തോ? ഗീവവേ ഒന്നല്ല, അത് എന്തായാലും ഉസ്താദിന് ഒരാൾ കൊടുത്തതാണ്. ആരാണ്? നമ്മുടെ പുതിയ സ്കൂൾ ലീഡറല്ലേ? ഓ, ഹാദിയേ. ഇത് നല്ല സാധനമാണല്ലോ. മാഷാ അല്ലാ, ഉസ്താദെ കോളടിച്ചു കേട്ടോ. എല്ലാവരും ആഷിഖ് ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. തരക്കടില്ല, ഞങ്ങൾക്ക് ഇത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു, പക്ഷെ ഇതുവരെ ഈ രീതിയിലൊരു ഗിഫ്റ്റ് ഞങ്ങൾക്കാരും തന്നിട്ടില്ല. എന്തായാലും ആഷി ഉസ്താദ് നല്ലൊരു കാര്യം ചെയ്ത പോലെ ഉണ്ടല്ലോ. അതാണല്ലോ ഈ ഗിഫ്റ്റിൻ്റെ ഒരു ഉദ്ദേശം. നല്ല കാര്യമോ? ഞാൻ എന്ത് കാര്യം ചെയ്തത്? ഹേയ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ചിരിച്ചു.
ആശ ഉസ്താദിന് ഒരു വല്ലായ്മ തോന്നി. പഠിച്ചോനെ, ഈ ഗിഫ്റ്റ് വാങ്ങിയത് എന്തെങ്കിലും മോശമായിപ്പോയോ റബ്ബേ? അത് ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിസമ്മതിച്ചതാണ്. പക്ഷേ വീണ്ടും ആ കുട്ടി ഹദിയ സ്വീകരിക്കുന്നത് തെറ്റാണ് ഉസ്താദ് എന്ന് ചോദിച്ചപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അതിനെന്താ ആശു ഉസ്താദേ, ഞങ്ങൾ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഭാഗ്യവാനാണ് കേട്ടോ. ഐഷുവിൻ്റെ ആങ്ങള ഭാഗ്യവാനാണ്. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു അളിയനെയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗിഫ്റ്റുമായി ഒരു പെൺകുട്ടിയും വന്നിട്ടുണ്ട്. ആ നടന്നോട്ടെ. പിന്നെ അറക്കൽ തറവാട് എന്നൊക്കെ പറഞ്ഞാൽ പേര് കേട്ട തറവാടാണ് കേട്ടോ. അവിടുത്തെ മോൾ ഇവിടെ പഠിക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ അല്പം ഭയമുണ്ടായിരുന്നു. കാരണം ക്യാഷ് കൂടിയാലും പ്രശ്നമാണല്ലോ. അതെ, ഒന്നിനും മടിക്കില്ലല്ലോ. പക്ഷേ എങ്ങനെയൊക്കെയോ ഇവിടെ അവൾ എത്തിപ്പെട്ടു എന്നത് മാത്രമല്ല, പിന്നെ ചെറിയ രീതിയിലുള്ള ഓരോ അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ. ഞങ്ങൾ സത്യം വിചാരിച്ചിരുന്നു അവളിവിടെ കൊണ്ട് പൊറപ്പിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മാറ്റമുണ്ട് എല്ലാത്തിലും. അതിനുശേഷമാണ് ഉസ്താദിന് ഫോണും കിട്ടിയത്. സത്യം പറഞ്ഞാൽ ആളങ്ങട്ട് മാറിക്കണ് എന്ന് തോന്നുന്നു. അങ്ങനെ അതാ അന്ന് ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. ഒരു നിമിഷം ഉസ്താദ് ആ ഫോണ് തൊടാതെ വെച്ചിരിക്കുകയാണ്. അത് സിമ്മൊന്നും മാറ്റിയിട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഐഫോണിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഈ ഫോണിലാണ്. പക്ഷെ ആ കുട്ടി തന്ന ഫോൺ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ആ കുട്ടി ശ്രദ്ധിക്കൂലേ? ആഷി ഉസ്താദിൻ്റെ മനസ്സിൽ വളരെയധികം ആശങ്കയാണുണ്ടായത്. റബ്ബേ, എന്തപ്പോൾ അങ്ങനെ അതാ പെങ്ങളെ കാത്തിരിക്കുകയാണ് ആഷി ഉസ്താദ്. ഹോൺ അടിച്ചു. ഇവള് വരുന്നില്ലല്ലോ. എന്നാൽ അപ്പോഴേക്കും അവിടെ ക്ലാസ്സിലാകെ ഒരു ചർച്ചാ വിഷയം. ഐഷു, പിന്നെ നിൻ്റെ ആഷി ഉസ്താദിനെ ഹാദിയ എന്തായാലും സെറ്റാക്കിട്ടോ, നീ നോക്കിക്കോ. ആയിക്കോട്ടെ, അതിനെന്താ, ഓളെ നാത്തൂനാക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. ഐഷുവിൻ്റെ വാക്ക് കേട്ട് ക്ലാസ്സിലുള്ളവരെല്ലാം ഒന്ന് ഞെട്ടി. എടി, നിനക്കെതിരെ എപ്പോഴും പാരയായി വന്ന അവളെയാണോ നീ നാത്തൂനാക്കുന്നത്? അത് കഴിഞ്ഞു പോയില്ലേ. ഏതൊരു മനുഷ്യനും ഒരു തെറ്റൊക്കെ പറ്റൂലേ? തെറ്റൊക്കെ പറ്റി അവൾ മാപ്പ് ചോദിച്ചില്ലേ? മാപ്പ് ചോദിച്ചോണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. ക്ലാസ്സിൽ അതായിരുന്നു ചർച്ചകൾ. എന്നാൽ ആഷി കാത്തു നിന്ന് മടുത്തു. ഈ പെണ്ണ് ഫോണാണെങ്കിൽ അവൾ സ്റ്റാഫ് റൂമിൽ ഹബിൻ്റെ അടുത്ത് കൊടുക്കുകയും ചെയ്യും. ക്ലാസ്സിലേക്ക് പ്രവേശനം ഉണ്ടല്ലോ. എന്തായാലും വേണ്ടില്ല, ഇവളെ കാണുന്നില്ലല്ലോ. ആഷി കാത്തിരുന്ന് മടുത്തു. വരുന്നുണ്ട്, കൂടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. ആഷി അവളെ മുഖത്തേക്ക് നോക്കാതെ തന്നെ കണ്ണാടിയിലൂടെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ ഐഷു, എത്ര നേരമായി വെയിറ്റ് ചെയ്തിരിക്കണത്? 5-10 മിനിറ്റായി. എത്ര ടൈമായി? വേഗം വന്ന്. എന്താ, വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താടി? അതെ, ഒന്നുമില്ല. വീട്ടിലേക്ക് നടക്ക്, എന്നിട്ട് ബാക്കി കാര്യം പറയാം. എന്താ? പിന്നെ ഈ ഉമ്മാനോട് ഓരോന്നും പറയാൻ നിൽക്കണ്ടോ? ആ ഐഫോൺ ഞാൻ യൂസൊന്നും ചെയ്യണില്ല. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കുകയാണ്. എൻ്റെ പൊന്നാരിക്കാക്കാ, എന്താ നിങ്ങൾ പറയുന്നത്? പിന്നെ അത് GB കൂടെ അല്ല കേട്ടോ, അത് TB ആണ്. അതായത് 2-2.5 ലക്ഷമാണ് അതിൻ്റെ റേറ്റ് വരിക. നിങ്ങളെന്താ, നീ കണ്ടോ അത്? അതൊക്കെ ഞാൻ കണ്ടു. അതൊന്നല്ല. എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത്? ഒരു 1.5-1.25 ലക്ഷത്തിനൊക്കെ ഫോൺ വാങ്ങുന്നത് നമുക്ക് കഴിയുമോ ഇപ്പോൾ? ഇക്കാക്ക് ഒരു ഇവിടുന്ന് കിട്ടുന്ന കോളേജിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടിപ്പോൾ എന്തിനാ ഇക്കാക്ക ഐഫോൺ? ഇപ്പോൾ എല്ലാവരുടെ അടുത്തുള്ളതല്ലേ. പെണ്ണ്, എൻ്റെ അടുത്തൊന്നും ഉണ്ടോ ആൻഡ്രോ? അത് പോരെ, ഫോണിൻ്റെ ആവശ്യത്തിനല്ലേ ഐഫോൺ എന്ന് പറഞ്ഞ സംഭവം. എൻ്റെ പൊന്നാരിക്കാക്ക്, പ്ലീസ് നിങ്ങളത് ആർക്കും കൊടുക്കരുത്. നിങ്ങളുടെ കയ്യിൽ പിടിക്കുമ്പോഴാണ് അതൊരു ഗമ. അത് പെണ്ണെ, എനിക്ക് ഒന്നുമല്ല. ഒരു പെണ്ണ് ഗിഫ്റ്റ് എന്നതാകുമ്പോഴൊക്കെ അതിനെന്താ, ഇക്കാൻ്റെ വിദ്യാർത്ഥി തന്നെയല്ലേ. ആവശ്യത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു. പ്ലീസ് ഇക്ക, വേഗം സിമ്മ് മാറ്റിയിടണം, എങ്കിലല്ല അവൾക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എടി, സത്യം പറഞ്ഞു എനിക്കൊരു മടിയാണടി. ഒന്നുമല്ല, നമ്മളിപ്പോൾ ഉള്ളതിനനുസരിച്ച് ജീവിക്കാന്ന് വെച്ചാൽ നീ ഗിഫ്റ്റ് തന്നതൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു എന്താ ഇക്കാൻ്റെ ജാടയാണത്? അല്ലടി, ജാടയല്ല, ഒന്നുമല്ല, എനിക്ക് തോന്നുകയാണ്. എന്തായാലും 2 ദിവസം കഴിയട്ടെ എന്നോ. എൻ്റെ ഇക്ക, പ്ലീസ് നിങ്ങളങ്ങനെ പറയല്ലേ. പ്ലീസ് സിമ്മ് വേഗം മാറ്റിയിട്ടുള്ളൂ. അതിനത് ഇത്ര വലിയ പണിയുണ്ടോ? എനിക്കത് കണ്ടില്ലേ, എൻ്റെ ചെറുതാണെങ്കിൽ അത്രയൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഹബീബ് ഉസ്താദ് തന്ന ഐഫോൺ അതൊരു പവർ തന്നെയല്ലേ കയ്യിൽ പിടിക്കുമ്പോൾ.
നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ എത്ര വിലപിടിപ്പുള്ളത് വാങ്ങിയാൽ ഐഫോണെന്ന് പിടിക്കുമ്പോൾ അതിന് പവർ എന്താ അറിയില്ല. അതൊക്കെ വെറും തോന്നല പെണ്ണേ. ഐഫോൺ എന്ന് പറഞ്ഞാൽ ചാർജ് നിൽക്കൂല. പിന്നെ ശരിയാണ്, വെറുതെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കാൻ കുഴപ്പമില്ല. അല്ലാതെ ഇപ്പോൾ എന്തിനാ ഇക്ക, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു റീൽസ് ഇടാറുണ്ടല്ലോ, അതുപോലെ ആ ഐഫോണിൽ നല്ലൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ലൊരു മധുഹഗാനൊക്കെ റീൽസ് ഇട്ടൂടെ? എത്ര ഭംഗിയായിരിക്കും അത്. അങ്ങനെയൊക്കെ ചെയ്തൂടെ? ഓ എൻ്റെ പെണ്ണെ, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടില്ല. അല്ല, എൻ്റെ ഉസ്താദ് അതിൻ്റെ ഒരു റീൽസ് പ്രേമിയാണല്ലോ എൻ്റെ ആഷിക്ക. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അല്ലേ, ഹബീബിൻ്റെ മധുഹ് ഇങ്ങനെ എപ്പോഴും പാടും പറയുകയൊക്കെ ചെയ്യുന്ന ആളല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ വെച്ചിട്ട് എന്താ നല്ല രസം ഉണ്ടാവിക്ക. ആൻഡ്രോയിഡ് എടുക്കുന്ന പോലെ ആവില്ല, ഐഫോണിലാവുമ്പോൾ അതിന് പ്രത്യേക ഒരു ക്ലാരിറ്റിയും ഭംഗിയായിരിക്കും. നീ എന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ സുഖിപ്പിക്കണ്ട കേട്ടോ. അങ്ങനെ അതാ അവർ വീട്ടിലെത്തി. ഉമ്മാ, അവൾ ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി. ഉമ്മാ, എൻ്റെ പെണ്ണ് എന്തിത്ര ധൃതി? മക്കളെ നിങ്ങൾ വന്നോ? ഓ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നിപ്പോൾ നേരത്തെ എത്തിക്കണല്ലോ. ഉമ്മ ലൈറ്റ് ആയതല്ലേ, ഈ പെണ്ണ് വരണ്ടേ? അതുമ്മ ചെറിയ ചർച്ചാ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. എന്തടി? അല്ലേ, പിന്നെ ചോദിച്ചോക്ക്, നിങ്ങളെ പുന്നാര മോൻക്ക് എന്തൊരു ഗിഫ്റ്റ് കിട്ടിക്കണല്ലോ, ഒന്ന് ചോദിച്ചോക്ക്. മോനെ ഗിഫ്റ്റോ? ആർക്ക്? എൻ്റെ കുട്ടിക്കോ? എന്തെങ്കിലും മത്സരത്തിൽ ജയിച്ചോ? സാധാരണ രീതിയിൽ മത്സരത്തിൽ ജയിക്കുമ്പോഴാണോ ഓനക്ക് കിട്ടാറുള്ളത്. വല്ല ക്വിസ് മത്സരമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് പറ്റി? എങ്ങനെ ഗിഫ്റ്റ്? മികച്ച അധ്യാപകനുള്ള ഗിഫ്റ്റാണോ? ഉമ്മ, അതൊരിക്കലും കിട്ടിയിരുന്നു. ഇനിയും ഇൻഷാ അല്ലാ പരിശ്രമിക്കണം. മികച്ച അധ്യാപകനാണ്, മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം. എന്നാൽ അതെ ഉമ്മ, മികച്ച അധ്യാപകനുള്ള ഒരു ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. മോനെ മാഷാ അല്ലാ. എവിടെ? ഉമ്മ ഇതാ. ഐഫോൺ നേരെ ഉമ്മാക്ക് നേരെ നീട്ടി. മോനെ മാഷാ, അത് നല്ല വിലപിടിപ്പുള്ള ഫോണല്ലേ? എൻ്റെ പൊന്നുമ്മ, 2 ലക്ഷം രൂപ വരും അതിന്. അതെ, നല്ലൊരു ഐഫോണാണ്, പുതിയ സീരീസാണ്. മോനെ ഇത് എങ്ങനെ കിട്ടിയതാണ്? സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് മത്സരം ഉണ്ടേനോ? എൻ്റെ പൊന്നാരുമ്മ, നല്ല അധ്യാപകനുള്ള അവാർഡ് കിട്ടിയതാ. ആണ് കുട്ടിയെ, മാഷാ അല്ലാ. പക്ഷെ സ്കൂളിൽ നിന്നല്ല കിട്ടിയത്. പിന്നെ അതൊരു വിദ്യാർത്ഥി കൊടുത്തതാണ്. വിദ്യാർത്ഥിയോ? അതെങ്ങനെയപ്പോൾ? നല്ല അധ്യാപകനായി തോന്നി അവൾക്ക്. അതെ, അവളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കില്ല എന്ന് ഒരു വാക്ക് കൊടുത്തു. ഇനി ആവർത്തിക്കരുത് തെറ്റുകളൊന്നും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊരു കിട്ടറനല്ലേ? അല്ലെങ്കിൽ അവൾ കോളേജിൽ നിന്ന് പോകൂലേ? അതിന് പോകാതിരിക്കാനുള്ള ആ ഒരു വഴി ഒരുക്കിയ അദ്ദേഹത്തിനുള്ള സ്നേഹ സമ്മാനമാണിത്. മക്കളെ, ഇതാര്? എന്ത് മക്കൾ? എനിക്കൊന്നും മനസ്സിലാണില്ല. അതെ ഉമ്മ, ഇത് ഉസ്താദിൻ്റെ ഞങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഹാദ്യ എന്ന് പറഞ്ഞ കുട്ടി കൊടുത്താണ്. പഠിച്ചോനെ, ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനോ? എൻ്റെ റബ്ബേ, പൊന്നു മക്കളെ, അതുകൊണ്ട് 2-2.5 പവൻ കിട്ടൂലേ? എൻ്റെ ഉമ്മ, അതൊക്കെ കിട്ടും. പക്ഷെ അതിനേക്കാൾ അത്യാവശ്യമാണല്ലോ ഒരു ഐഫോൺ എന്നുള്ളത്. ഐഫോൺ എന്ന് വെച്ചാൽ പഴയ സീരീസ് ഒന്നല്ല കേട്ടോ, 13, 14 ഒന്നല്ല. ഇത് 17 ആണ് ഉമ്മ, 17. അതിലൊരു ഫോട്ടോ എടുത്ത് നോക്കിക്കേ. കണ്ടോ എന്താ ക്ലാരിറ്റി? ഇതാണ് ഉമ്മ ഐഫോണിന് പവർ. അല്ല മോളെ, നിൻ്റെ അടുത്തൊന്നില്ലേ? ഉമ്മ, അതൊക്കെ ഇതിനേക്കാളും കുറഞ്ഞതാ. ഇതുമ്മ നല്ല ക്യാഷ് വരുന്ന ഫോണാണ്. ആയിക്കോട്ടെ മക്കളെ, എന്തായാലും അതിനുമ്മ ഇക്കാക്ക പറയണ ഞാനത് ഉപയോഗിക്കൂലെന്ന്. എനിക്ക് അങ്ങനെ പെണ്ണുങ്ങൾ തരുന്ന ഉപയോഗിക്കാൻ പറ്റൂലെന്ന്. എൻ്റെ പൊന്നാര മോനെ, നിൻ്റെ വിദ്യാർത്ഥി എന്നല്ലേ, അതിനെന്താ? അതല്ലമ്മ, എനിക്ക് ഒന്നും വിചാരിക്കണ്ട. അതിനെന്താ, ഉപയോഗിച്ചോ? നമുക്ക് അങ്ങനെ ആരും ഗിഫ്റ്റ് തരാനുമില്ല. ഉമ്മയുടെ ഒരു വർത്താനം കേട്ട് ഉമ്മ, നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട. കളിയാക്കല്ലതല്ല എൻ്റെ പൊന്നു മോനെ. എന്നാൽ ഈ സമയം ഹാദിയ അതെ തൻ്റെ ആഷിഖ് ഉസ്താദിന് ഫോൺ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുമോ എന്തോ ആവോ. എന്തായാലും ഞാൻ ഇനി ഐഷുവിനൊരു മെസ്സേജ് അയച്ച് നോക്കട്ടെ. ഉസ്താദിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്തോ അറിയില്ല. അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നോക്കാലോ കൊണ്ടുവരുന്നുണ്ടോ ഇല്ലെന്നൊക്കെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തായാലും അത് ആദ്യം തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അവളുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളെല്ലാം. അത് തികച്ചും അവരുടെ മോളങ്ങ് മാറി. ഒരുപാട് സമയം നിസ്കാരപ്പായയിലാണ് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലെ വന്നുപോയ പിഴവുകളെല്ലാം അള്ളാഹുവേ നീ പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട്, പഠിച്ചോനെ അല്ലാ, ഞാൻ അറിയാതെയും അറിഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു റബ്ബേ. അള്ളാഹുവേ നീ കാത്തു രക്ഷിക്ക്.
അങ്ങനെ അവൾ നിസ്കാരപ്പായിൽ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉമ്മ വാതിൽ മുട്ടുന്നു. മോളെ മോളെ ഹാദിയ. വാതിൽ പതുക്കെ തുറന്നു നോക്കി. നിസ്കരിക്കുകയാണോ? അവൾ നിസ്കാരം കഴിഞ്ഞ് ഉമ്മനെ വിളിച്ചോ? ആ മോളെ. പിന്നെ മോളൊരു കൂട്ടർ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉമ്മ. എന്തുമ്മ? ഞാൻ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി എനിക്ക് കല്യാണം. അല്ല മോളെ, ഉപ്പാക്ക് ബേജാറാണ്, ഉപ്പാക്ക് നല്ല ടെൻഷനാണ്. ഉപ്പാക്ക് എൻ്റെ കാര്യം ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ച് കഴിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല എന്നാണ് പറയുന്നത്. എന്താ ഞാൻ ചെയ്യുക? എന്തെങ്കിലും നിൻ്റെ കുട്ടി പറയും. പിന്നെ മോളെ, നമ്മളെപ്പാക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഉപ്പാക്കെന്നല്ല എനിക്കും തന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതൊരു ഖേദമായി മാറൂല്ലോ മോളെ നിനക്ക്, നിൻ്റെ ജീവിതത്തേക്ക്. അല്ലാ നല്ല കാലത്ത് ഞങ്ങളെ കൊണ്ടൊരു നല്ലൊരു ഇണയെ കണ്ടെത്തി തരാൻ കഴിയാഞ്ഞാൽ ഞങ്ങൾ തികച്ചും പരാജയപ്പെട്ടവരായി പോകില്ലേ? പിന്നെ അതൊരു വിഷമത്തിനിട വരും. പ്രത്യേകിച്ച് ഉപ്പാക്ക് ചെറിയ നെഞ്ചുവേദന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് കഴിഞ്ഞല്ലേ. അപ്പോൾ ഉമ്മാൻ്റെ കുട്ടി എന്തെങ്കിലും ഒരു മറുപടി പറയും. അല്ലോ, കുട്ടീൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അതുണ്ടെങ്കിൽ അത് പറഞ്ഞാലും മതി. ഉപ്പ അത് ചോദിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ കൊണ്ടുവരുന്ന ആലോചനകൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പറഞ്ഞിരിക്കണേ. എന്തായാലും അത് നമുക്ക് നടത്താമെന്ന് ഉപ്പ പറഞ്ഞിരിക്കണ്. അതിനിപ്പോൾ എത്ര ചെറ്റക്കുഴലിലാണെങ്കിലും എത്ര ജോലി ഇല്ലാത്തവനാണെങ്കിലും വേണ്ടിയില്ല. കാരണം നമുക്ക് 3-4 തലമുറക്ക് കൈയുള്ള സ്വത്തൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ പ്രശ്നമില്ല. നീ ജോലിയില്ല എന്ന് വിചാരിച്ചിട്ടും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ ശരിക്കുമെന്ന് ഞെട്ടി. റബ്ബേ, ഞാൻ എന്തുത്തരം പറയും? റഹ്മാനെ, ഞാൻ എന്താ പറയുക? മോളെ, എന്തുണ്ടെങ്കിലും പറ മോളെ. മോളൊന്നും മറച്ചു വെക്കല്ലേ, ഒളിച്ചു വെക്കല്ലേ. എന്തുണ്ടെങ്കിലും പറഞ്ഞോ. എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉമ്മയും ഉപ്പയും അത് നടത്തിത്തരും. മോളുടെ സന്തോഷം തന്നെയല്ലേ ഞങ്ങൾ സന്തോഷം. ഇനിയിപ്പോൾ എങ്ങനത്തെ ആളായാലും കുഴപ്പമില്ല. നിനക്ക് വലിയ വലിയ ബിസിനസ്സുകാരും വലിയ വലിയ ഡോക്ടറും എൻജിനീയറും വക്കീലും എല്ലാം വന്നു. പക്ഷേ അവരെയൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ പറയുന്നത് അവർക്കൊക്കെ വലിയ തിരക്കായിരിക്കും, ബിസിയായിരിക്കും. അതെ, നിന്നെ സ്നേഹിക്കുന്നൊരു മനസ്സ് അവർക്ക് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അല്ല മോളെ, അങ്ങനെ നിനക്ക് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞൂടെ? ഉമ്മ, നിങ്ങൾ എന്തീ പറയുന്നത്? അതേ മോളെ, നിന്നോട് സത്യം പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ ഉപ്പ പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും പറയണം കേട്ടോ. അങ്ങനെ ഏതാ ഉമ്മ ഉപ്പയുടെ അരികിലേക്ക് എത്തി. അല്ല, നീ പറഞ്ഞില്ലേ മോളോട് ഒരു കൂട്ടർ വരുന്നതിനെക്കുറിച്ച്? ഇക്ക അന്ന് തന്നെ അവൾക്ക് മിഠായിയൊക്കെ കൊടുത്തിട്ട് അവൾ ആ മിഠായി വലിച്ചെറിഞ്ഞേക്കാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അത് അന്നോളെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തതായിരിക്കും. പക്ഷേ ഇപ്പോഴവൾ ചെയ്യില്ല. നീ ഒന്നും കൂടി ചോദിച്ചു നോക്ക്, അവരോട് വരാൻ പറയട്ടേന്ന്. എന്നിട്ട് അല്ല, ഞാൻ പറഞ്ഞ കാര്യം നീ ചോദിച്ചോ? അതോ നിൻ്റെ മനസ്സിലെന്തെങ്കിലും? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓളൊന്നും മിണ്ടിയിട്ടില്ല. അല്ല, ഒന്നും കൂടി നീ ചോദിച്ചു നോക്ക്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാലോ. പറ്റുകയാണെങ്കിൽ അത് നടത്താം. എന്തേ? ഹാദിയുടെ ഉത്തരത്തിന് വേണ്ടി ഉമ്മയും ഉപ്പയും കാത്തിരുന്നു. ഹാദിയക്ക് ഉത്തരം പറയാനുണ്ടാകുമോ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവൾക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം അവൾക്ക് എന്തായിരിക്കും? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സബ്സ്ക്രൈബ് വളരെയധികം കുറവാണ് കേട്ടോ. ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ പറയുമ്പോഴൊക്കെ ചെയ്യും കേട്ടോ. ചെയ്തോല് ചെയ്യണ്ട. ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് എന്നുള്ളതൊന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ലൈക്ക് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പറ്റുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിട്ടോ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കഥ കേൾക്കുന്ന കൂട്ടുകാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തായാലും നിങ്ങൾ ഉത്തരം എഴുതിയിട്ടോ. ഹാദിയക്ക് എന്തായിരിക്കും ഉത്തരം കൊടുക്കാനുണ്ടാവുമോ? ഉമ്മാക്കും ഉപ്പാക്കും എന്തെങ്കിലും ഉത്തരം കൊടുക്കാനുണ്ടാകുമോ? നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവൾക്ക് മറുപടി ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പലരും പറയുന്നുണ്ട് ഹാദിയ വേണ്ട, അവളെ ശരിയാവില്ല അങ്ങനെ എന്നൊക്കെ പറയണ്ട കേട്ടോ. പക്ഷേ നമ്മൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 99 ആളെ കൊന്ന ഒരാൾ 100ാമത്തെ ആളോട് ചോദിച്ചു എനിക്ക് തൗബ ഉണ്ടാവുമോ, ഞാൻ 99 ആളെ കൊന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു 99 ആളെ കൊന്ന നിനക്ക് തൗബേ, എന്താ നിനക്ക് എന്ന് പറഞ്ഞ അയാളെ കളിയാക്കിയപ്പോൾ നിനക്ക് തൗബയൊന്നും ഉണ്ടാവില്ല, നീ നരകത്ത് തന്നെ.
എന്ന് പറഞ്ഞപ്പോൾ ആ 100ാമത്തെ ആളെയും കൊന്നു. പക്ഷേ അയാൾ വീണ്ടും തൗബ കിട്ടുമെന്ന് കരുതിയ ഉദ്ദേശത്തിലാണ് നടക്കുന്നത്. എന്നാൽ പാതി വഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. റഹ്മത്തിൻ്റെ മലക്കുകളും അദാബിൻ്റെ മലക്കുകളും തമ്മിൽ കടിപിടിയായി. ഞങ്ങൾക്ക് വേണം ഇവനെ എന്ന് പറഞ്ഞ് റഹ്മത്തിൻ്റെ മലക്കുകളും. അങ്ങനെ ഒടുവിൽ അളന്നു നോക്കി. എത്ര ദൂരമാണ് നല്ലതാവണം എനിക്കെന്നുള്ള ചിന്ത, എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്ത് എനിക്ക് നല്ല മനുഷ്യനാണം എന്ന് ചിന്തിച്ച ആ ഒരു ദൂരവും മറ്റേ ദൂരവും അളന്നു നോക്കി. അപ്പോൾ അല്പം കൂടുതൽ അത് എനിക്ക് നന്നാവണമെന്നുള്ള ചിന്തയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ റഹ്മത്തിൻ്റെ മലക്കുകൾ കൊണ്ടുപോയി അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു. അങ്ങനെ ഒരു ചരിത്രം നമുക്കൊക്കെ അറിയില്ലല്ലേ. അപ്പോൾ ഒരുപാട് തെറ്റൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കാലാകാലം അയാൾ തെറ്റുകാരനല്ല. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും അവരെ. അതെ, ഹാദിയ ഇപ്പോൾ നേർവഴിയിലാകാനാണ് കൊതിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.